ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. ഈ വീഡിയോ ഞങ്ങൾ അന്ന് ഗുരുവായൂർ പോയ ദിവസം ഞങ്ങൾ എലിഫന്റ് ഫോർട്ടിലേക്ക് പോയി അന്നെടുത്ത വീഡിയോ ആണ് ഇത്. ഗുരുവായൂരിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ ഇവിടേക്ക് വരാൻ. ഞങ്ങൾ ഗുരുവായൂരിൽ തൊഴുതിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇവിടേക്ക് വന്നതാണ്. ഞാനിവിടേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. പക്ഷെ അമ്മയും പിന്നെ വേറെ എല്ലാവരും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ എലിഫൻസിനൊക്കെ കാണിച്ചു തരാം. അതാ ഫസ്റ്റത്തെ എലിഫന്റ് ഇതാണ് ഗൈസ്. ഇവിടെ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ എല്ലാം നടന്നിട്ടൊക്കെ കാണാൻ. ഇവിടെ ഇപ്പൊ 35 എലിഫന്റ്സ് ഉണ്ട് എന്നാണ് ഇവിടെ ഉള്ള ഒരാള് പറഞ്ഞത്. അമ്മച്ചനും അമ്മമ്മയും കുഞ്ഞിനെയൊക്കെ മുമ്പിൽ നടക്കണത് കണ്ടോ? ഇതാണ് സെക്കൻഡ് ആന. ഈ ആനനെ കണ്ടോ? ആനപ്പാപ്പൻ എന്തൊക്കെയാ ഈ ആനയുടെ അടുത്ത് പറയുന്നുണ്ട്, വടിയും പിടിച്ചുണ്ട്. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആനയുടെ അടുത്ത് കുറെ പട്ട കിടക്കണത് കണ്ടില്ലേ, അതൊക്കെ ഇങ്ങോട്ട് ഇട്ട് തരാനാണ് പറയണത്. അപ്പൊ അത് ഓരോന്നായിട്ട് ആനപ്പാപ്പന്റെ അടുത്തേക്ക് ഇട്ടുകൊടുക്കണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടോണ്ടാണ് ഞാനും കുഞ്ഞുണ്ണിയും അമ്മമ്മയും അമ്മച്ചയും ഒക്കെ നിന്ന് നോക്കണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടോണ്ട് നടക്കുമ്പോഴാണ് ഞങ്ങളൊരു കുളി സീൻ കണ്ടത്. വേറെ ആരുടെ അല്ല, മിസ്റ്റർ എലിഫന്റിന്റെ ആയിരുന്നു കുളി സീൻ. കണ്ടില്ലേ കുളിക്കണത്? അവര് നല്ല തേച്ചരച്ചൊക്കെ കഴുകുണ്ട്. ഞങ്ങളത് കണ്ടോണ്ട് നിൽക്കായിരുന്നു. ആന നല്ല സുഖമായിട്ട് കുളി ആസ്വദിക്കായിരുന്നു. ഒരാനേനെ കുളിപ്പിക്കണതല്ല കേട്ടോ ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ 3-4 ആനേനെ കുളിപ്പിക്കണത് കണ്ടത്. ഇതാണ് സെക്കൻഡ് കുളി. ഇവിടെ ആന മാത്രല്ല കേട്ടോ കുളിക്കണ്ടായിരുന്നു, ആനപ്പാപ്പനും കുളിക്കണ്ടായിരുന്നു. ഈ ആന ഹാൻഡിക്യാപ്ഡ് ആണ് തോന്നുന്നു. അതിന്റെ ബാക്കിലത്തെ ലെഫ്റ്റ് കാല് കുറച്ച് ബെൻഡായ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് കുളിപ്പിക്കാൻ ആനേനൊക്കെ തൃശ്ശൂർ പൂരത്തിന് കൊണ്ടുപോകാൻ വേണ്ടി റെഡി ആക്കിയായിരുന്നു എന്ന്. ഒരാനേനെ ഗുരുവായൂർ അമ്പലത്തിലേക്കും. ആനേനെ കുളിപ്പിക്കണത് ഞാൻ ഇതുവരെ ലൈവായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി. ഇതാണ് ഇവിടുത്തെ
ക്യൂട്ട് ആനക്കുട്ടി. ഇത് കുറേ ഡാൻസ് കളിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ആനക്കുട്ടീനെ നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അവന്റെ ഡാൻസ് കണ്ടിട്ട് കുറേ നേരം അവിടെ നിന്നു. പിന്നെ ഞങ്ങള് ആ ആനക്കുട്ടിയുടെ കൂടെ ചില സെൽഫി വീഡിയോസ് ഒക്കെ എടുത്തു.